ഡിബേറ്റ് വിത്ത് മാധു സജി. നമസ്കാരം. അറബിക്കടലിന്റെ അടുത്തെങ്ങാൻ കാറ്റുകൊള്ളാൻ പോയാൽ മൂക്കൊന്ന് പൊത്തിയേക്കണം. എത്തി നോക്കിയാൽ കാണാം പറഞ്ഞതൊക്കെ ചത്തുപൊങ്ങിക്കിടപ്പുണ്ട്. പറ്റാവുന്നത് പറഞ്ഞാൽ പോരെ അനിയ എന്ന് നാട്ടിൽ പറയാറുണ്ട്. ചവറ്റുകുട്ടയിൽ മാണിക്യം തപ്പിയിറങ്ങുമ്പോൾ തലയിൽ മുണ്ടിടാനും മടി വേണ്ട. നിങ്ങൾ എന്താണ് ധരിക്കുന്നത് നേതാക്കളെ? PM ശ്രീ കേവലം ഒരു കേന്ദ്ര പദ്ധതി എന്ന ലാഘവത്തോടെ അല്ല കേരളം കണ്ടത്. അതിനു കാരണമാരാണ്? നിങ്ങൾ ഇരു മുന്നണികളും കേരളത്തിന്റെ ഉറച്ച രാഷ്ട്രീയ ശീലമായിരുന്നു. പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഇറങ്ങിയത് നിങ്ങളാണ്. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ പദ്ധതി ഒപ്പുവെച്ച് ഞങ്ങൾ നിലപാട് മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ CPM-ന് അടിതെറ്റി. അതേ തെറ്റിന്റെ വഴിയിലാണ് പുതിയ സർക്കാരും. കുഴിച്ചിട്ടതിന് വേരുമുളച്ചോ എന്ന് പറിച്ചെടുത്ത് നോക്കിയാൽ അധികാരം ആരുടെയോ കയ്യിലെ പൂമാലയെന്ന് ജനം പരിഹസിക്കും. ഫണ്ട് കിട്ടിയെന്നും കത്തയച്ചില്ല എന്നും പറഞ്ഞു പൊളിയുന്നത് പ്രതിപക്ഷത്തിന് മുന്നിലല്ല, വോട്ടു ചെയ്ത ജനത്തിന് മുന്നിലാണ്. ആദർശം അറബിക്കടലിലോ? CPM-ൽ നിന്ന് ശ്രീ VK സനോജ്, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് അനിൽ ബോസ്, മുസ്ലിം ലീഗിൽ നിന്ന് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, AKSU സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ജയകൃഷ്ണൻ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. അഡ്വക്കേറ്റ് അനിൽ ബോസ്, കേരളത്തിന് PM ശ്രീയിൽ നിന്ന് പണം കിട്ടിയോ? വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഈ കാര്യം പറയാൻ കഴിയും. PMC പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പിടുകയുണ്ടായി. ഒപ്പിട്ടത് അവർക്ക് സർവശിക്ഷാ അഭിയാൻ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. ആ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. SSA ഫണ്ട് കിട്ടണമെങ്കിൽ PMCയിൽ ഒപ്പിടണം എന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിലെ ഗവൺമെൻറ് ചെയ്തത് അവർ ആ നിലപാടിന് കൂട്ടുനിൽക്കാതെ കോടതിയിൽ പോവുകയാണ് ചെയ്തത്. ശക്തമായ വിയോജിപ്പ് പരസ്യമായി എടുക്കുകയാണ് ചെയ്തത്. എന്നാൽ കേരള ഗവൺമെൻറ് അതല്ല ചെയ്തത്. ഇരു ചെവി അറിയാതെ, മന്ത്രിസഭയിൽ ഉള്ള ആളറിയാതെ മന്ത്രിസഭ തീരുമാനമെടുത്ത് പോയി ഒപ്പിടുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനോ UDF നേതാക്കളോ പ്രതിപക്ഷത്തിരുന്ന കാലയളവിൽ പറഞ്ഞതിൽ നിന്നും ഒരു വരി ഇപ്പോഴും മാറ്റി പറഞ്ഞിട്ടില്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ അന്നത്തെ നിലപാടുകളുടെ വീഡിയോ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് സംപ്രേഷണം ചെയ്യാവുന്നതാണ്. അന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതികൾ പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ്. കേരളത്തിലെ ഗവൺമെൻറ് ആ പണം കൈപ്പറ്റുന്നതിനോ വികസന പദ്ധതികളുടെ ഭാഗമാകുന്നതിനോ ഞങ്ങളിതിലല്ല. പക്ഷേ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മറവിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന വർഗീയ അജണ്ടയുണ്ട്. പാഠപുസ്തക ഭാഗങ്ങൾ, പുസ്തകങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ വന്നാൽ ഞങ്ങളതിനെ ചെറുക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൽ ഇപ്പോഴും UDF ഉറച്ചു നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മുൻ സർക്കാർ ഒപ്പിട്ട ഒരു പദ്ധതി, അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, അത് പഠിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ആ മന്ത്രിസഭാ ഉപസമിതി വിശദമായ പഠനം, എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളുമായിട്ടടക്കം ചർച്ച നടത്തി അതിൻ്റെ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് യോജിക്കാൻ കഴിയുക, വിയോജിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി കണ്ടെത്തി നിലപാട് സ്വീകരിക്കും. ഇതിലൊന്നും ഞങ്ങൾക്കൊരു ക്ലാരിറ്റിയുമില്ല. PMC പദ്ധതിയിൽ ഒപ്പിട്ടത് മുൻ സർക്കാരാണ്. ഒരു സർക്കാരിൻ്റെ തുടർച്ചയാണ് വരുന്ന സർക്കാർ. എന്താ കേട്ടില്ല? അല്ല, അങ്ങാണ് പറഞ്ഞത് ഇതിലൊന്നും ഞങ്ങൾക്കൊരു ക്ലാരിറ്റിയും ഇല്ല എന്ന്. ഞാൻ അങ്ങയോട് ചോദിച്ചത് PM ശ്രീയിൽ നിന്ന് സംസ്ഥാനത്തിന്, കേരളത്തിന് പണം കിട്ടിയോ എന്നാണ്. ഞാൻ പറഞ്ഞത് അതിൻ്റെ അകത്ത് വളരെ കൃത്യമായ മറുപടി ഉണ്ടല്ലോ. പറഞ്ഞത് അങ്ങേക്ക് മനസ്സിലാകാത്തതാണോ മനസ്സിലാകാത്ത രീതിയിൽ അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. കിട്ടിയെന്നും എത്ര തുക വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റിയിട്ടുള്ള തുക എന്ന് പറയുന്ന SSAയുടെ ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ SSA ഫണ്ട് കിട്ടണമെങ്കിൽ PMCയിൽ ഒപ്പിടണം എന്നുള്ള നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻ ഗവൺമെൻറ് ഒപ്പിട്ടതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒപ്പിടാത്ത സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇന്ത്യയിലുണ്ടെന്നും നിയമ പോരാട്ടം നടത്തിയെന്നും പറഞ്ഞല്ലോ. താങ്കൾക്ക് മനസ്സിലായില്ലേ? കേട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് മതി. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മളില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി പോവുകയല്ല ചെയ്തു. ഈ സമഗ്ര ശിക്ഷ എന്ന് പറയുന്നത് NEP-യുടെ അടിസ്ഥാനത്തിലോ PM ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടോ വന്ന ഒരു പദ്ധതിയല്ല.
സമഗ്ര ശിക്ഷയുടെ പണം PM ശ്രീ ഒപ്പുവെച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടക്കമുള്ള ഒരു വെല്ലുവിളിയുമായിരുന്നു. PM ശ്രീ പദ്ധതി 2077 അവസാനിക്കും. അതിനുശേഷം അവർക്ക് സമഗ്ര ശിക്ഷയുമായി ബന്ധപ്പെട്ട പണം പിടിച്ചുവെക്കാൻ കഴിയുകയുമില്ല. ഇപ്പോൾ കിട്ടിയത് കുട്ടികൾക്ക് യൂണിഫോമും ടെക്സ്റ്റ് ബുക്കും അടക്കം കൊടുക്കാനുള്ള പണമാണ്. അത് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കിട്ടിയതല്ല എന്നുള്ളതാണ്. ഇനി സമഗ്ര ശിക്ഷയുടെ പണമാണ് കിട്ടിയത് എങ്കിൽ സമഗ്ര ശിക്ഷയുടെ പണം കിട്ടി എന്നാണ് പറയേണ്ടത്. വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയാണോ പറഞ്ഞത്? അതല്ലോ, എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? PMC എന്ന് പറയുന്ന പദ്ധതിയാണ് കോൺഗ്രസ് എതിർക്കുന്നത്, UDF എതിർക്കുന്നത്, പ്രതിപക്ഷത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ എതിർക്കുന്നത്. ആ PMCയെ എതിർക്കുമ്പോൾ ആ PMCയെ ഒപ്പുവെച്ച ആളുകൾ ഇപ്പോൾ മാറ്റി പറയുന്നതിന്റെ നിലപാടിനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഒപ്പുവെച്ചതല്ലോ, മുഖ്യമന്ത്രിയല്ലേ ഒപ്പുവെച്ചത്, മുൻ സർക്കാരിലെ ഒപ്പുവെച്ചത്. തീരുമാനിക്കില്ല അല്ലേ? PMC നടപ്പിലാക്കാൻ മുൻ ഗവൺമെന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞല്ലോ. ഈ ഗവൺമെന്റ് ഒപ്പുവെച്ചില്ലല്ലോ. മുൻ ഗവൺമെന്റ് ഒപ്പുവെച്ച പദ്ധതികളിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അഡ്വക്കേറ്റ് അനിൽ ബോസ്? ആ MOU മുൻ ഗവൺമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒപ്പുവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് പരിശോധിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതി വെച്ച് അതിന്റെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, ആ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് 27ാം ദിവസമാണ് ഈ ഗവൺമെന്റ് വന്നിട്ട്. ഈ ഗവൺമെന്റ് വന്നിട്ട് 27ാം ദിവസമാണ്. മനസ്സിലായില്ലേ? 27 ദിവസത്തിനകം മുൻ സർക്കാരുകൾ എടുത്ത എല്ലാ തീരുമാനങ്ങളും റദ്ദ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തിട്ടൂരം നൽകാൻ കഴിയില്ല, അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. എല്ലാ പരിശോധനകളും നടത്തി മാത്രമേ മുൻ ഗവൺമെന്റുകൾ ചെയ്തിട്ടുള്ള മുൻ സർക്കാർ ഒപ്പുവെച്ച MOUവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അത് പ്രാബല്യത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടോ? PMC പദ്ധതിയിൽ മുൻ ഗവൺമെന്റ് ഒപ്പുവെച്ചത് പ്രാബല്യത്തിലുണ്ട്. ആ പ്രാബല്യത്തിലുണ്ട്. നിൽക്കുന്ന സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഇവിടെ ആ MOU പ്രകാരം PMC നടപ്പിലാക്കിയിട്ടുണ്ടോ? പറഞ്ഞത് കേട്ടില്ല. എന്താണ് അതിന്റെ സ്റ്റാറ്റസ്? ചോദ്യം ചോദിച്ചിട്ട് കാര്യമുണ്ടോ? PMC പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട MOU സൈൻ ചെയ്തിരിക്കുന്നു. ആ ചെയ്തിരിക്കുന്നതിന്റെ തുടർച്ചയിൽ വരുന്ന ഗവൺമെന്റ് അത് കണ്ടിന്യൂ ചെയ്യുന്നു. അതും പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. ആ MOUവിൽ പിന്നീട് കഴിഞ്ഞ സർക്കാർ എന്താണ് ചെയ്തത്? അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇല്ല, അങ്ങ് പറഞ്ഞില്ല. നിങ്ങൾ പറയൂ, നിങ്ങൾക്കല്ലേ ആവശ്യം. പറയൂ, നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ, അങ്ങ് പറയൂ. അല്ല, ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ശരിയാണ്. MOUവിൽ കഴിഞ്ഞ സർക്കാർ പിന്നീട് എന്തു ചെയ്തു? അത് നടപ്പിലാക്കിയോ? പിന്നീട് എന്തു ചെയ്തു? അല്ല, ആ ഗവൺമെന്റ് മാറിയില്ലേ? ഗവൺമെന്റ് മാറുന്നതിന് മുൻപ് എന്ത് ചെയ്തു? പോയില്ലേ? ഗവൺമെന്റ് മാറുന്നതിന് മുൻപ് എന്ത് ചെയ്തു? അങ്ങേക്ക് ഈ ലോകത്തുള്ള മറ്റു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഗവൺമെന്റ് മാറുന്നതിന് മുമ്പ് PMC പദ്ധതിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഒരു മന്ത്രിസഭ അറിയാതെ ഇടതുപക്ഷ മുന്നണി ഒന്നാകെ എതിർക്കുന്നു എന്ന് പരസ്യമായി നിലപാടെടുത്ത PMC പദ്ധതി, ആ പദ്ധതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ശിവൻകുട്ടിയും ക്യാബിനറ്റ് അറിയാതെ ഒപ്പിട്ട് അത് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതിന്റെ പേരിൽ അവർ പണം കൈപ്പറ്റി. ആ പണം കൈപ്പറ്റിയതിനു ശേഷം ഞങ്ങളുടെ വിമർശനം, അന്നുള്ള വിമർശനം, പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒളിച്ചു കടത്തൽ, വർഗീയതയുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടകൾ, അവരുടെ താല്പര്യത്തിന് പാഠ്യഭാഗങ്ങൾ ഉപേക്ഷിക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെയാണ് ഞങ്ങൾ അന്ന് എതിർത്തത്. ആ എതിർത്ത കാര്യങ്ങൾ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഒരു ഉപസമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ സർക്കാർ എന്തു ചെയ്തു? കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് MOUവിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? അങ്ങേക്ക് അറിയാമോ? പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകല്ലേ ചെയ്തത്? അല്ല, തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ MOU വേണ്ടല്ലോ. തുടങ്ങിയ ചർച്ച 2 വർഷം. എന്താ പറഞ്ഞേ? കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും കേന്ദ്രവും ഒപ്പുവെച്ച MOUവിൽ പിന്നീട് എന്ത് സംഭവിച്ചു?
പിന്നീട് ഒന്നും സംഭവിച്ചില്ല. പിന്നീട് എന്ത് സംഭവിക്കാനാ? ഒരു ഗവൺമെന്റ് ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയിൽ പുതിയ ഗവൺമെന്റ് വന്ന സ്ഥിതിക്ക് ആ പുതിയ ഗവൺമെന്റാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. അതായത് ഇപ്പോൾ സംസ്ഥാനത്ത് PMC നടപ്പിലാക്കിയിട്ടുണ്ടല്ലേ? വളരെ വ്യക്തമായി പഠിക്കാൻ ഒരു ഇപ്പൊ സംസ്ഥാനത്ത് PMC നടപ്പിലാക്കിയിട്ടുണ്ട്. സംശയം എന്താണ്? PMC പദ്ധതിയിൽ ഒരു ഗവൺമെന്റ് ഒപ്പിട്ടിരിക്കുന്നു. ഗവൺമെന്റ് ഒപ്പിട്ടിരിക്കുന്നു, ഒരു പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നു. വിവാദമുണ്ടായപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു നിശബ്ദത പാലിച്ചു എന്നതിനപ്പുറം പിന്നോട്ട് പോക്ക് എന്ന് പറയുന്ന ആ ധാരണാപത്രം റദ്ദ് ചെയ്തിട്ടുണ്ടോ മുൻ ഗവൺമെന്റ്? വേറെന്തെങ്കിലും ആ ധാരണാപത്രം മുൻ ഗവൺമെന്റ് റദ്ദ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ആ ധാരണാപത്രം വേറെ എന്തെങ്കിലും റദ്ദ് ചെയ്തിട്ടുണ്ടോ? വേറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു ഗവൺമെന്റ് ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം ആ ധാരണാപത്രം ഒപ്പിട്ടില്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഗവൺമെന്റ് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതിന് ബാധ്യസ്ഥരാണ്. അതിൽ പോരായ്മ ഉണ്ടെങ്കിൽ ആ പുതിയ ഗവൺമെന്റ് വന്നു, ആ പുതിയ ഗവൺമെന്റ് എങ്ങനെ ചെയ്യണം, എന്തു ചെയ്യണം എന്ന് അതിനെ സംബന്ധിച്ച് പഠിക്കുകയാണെന്നേ. മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ച ധാരണാപത്രം ഇപ്പോൾ എന്താണ് അതിന്റെ അവസ്ഥ, എന്താണ് അതിന്റെ സ്റ്റാറ്റസ്? അതിന്റെ സ്റ്റാറ്റസാ പറഞ്ഞത്. നിലവിലുള്ള ഗവൺമെന്റ് ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് ആ ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറിയിട്ടില്ല. ആ ഉത്തരവ് MOU റദ്ദ് ചെയ്തിട്ടില്ല. പിന്നെന്താ ചെയ്തത്? റദ്ദാക്കുന്നതിന് പകരം എന്താ ചെയ്തത്? അല്ല പറഞ്ഞോ, റദ്ദ് ചെയ്തിട്ടുണ്ടോ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പുവെച്ച MOU ആ ഗവൺമെന്റ് റദ്ദ് ചെയ്തിട്ടുണ്ടോ? ആ MOU കഴിഞ്ഞ സർക്കാർ എന്താണ് ചെയ്തത്? ഞാൻ സാധാരണഗതിയിൽ ഒരു ചർച്ചയുടെ സമയം ഇങ്ങനെ കളയാറില്ല കേട്ടോ. ഞാനിതിങ്ങനെ പോട്ടെ. എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോളൂ. എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോളൂ. ആ MOU ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ധാരണാപത്രം ആ ഗവൺമെന്റ് റദ്ദ് ചെയ്തിട്ടില്ല. MOU ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാമോ? 12/11/2025 ആ കഴിഞ്ഞ സർക്കാർ ഇറങ്ങുന്നതിന് മുൻപ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് കൺസേൺസ് ഉണ്ട്. അതുകൊണ്ടൊരു ഉപസമിതി രൂപീകരിക്കും. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഇവിടെ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ MOU ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് നിലവിൽ ആ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നിലവിലുള്ള സംസ്ഥാനത്ത് PMC, ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് പറയാൻ സമയം തന്നല്ലോ അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഒരുപാട് തവണ ചോദിച്ചല്ലോ, ഒരുപാട് സമയങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ കേക്ക്. അപ്പൊ 12/11/2025 അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വാസുകി കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. നിലവിൽ അത് അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അത് ഈ PM ശ്രീ സംസ്ഥാനത്ത് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടില്ല. ഇനി നടപ്പിലാക്കണമെങ്കിൽ ആ ഉപസമിതി റിപ്പോർട്ട് വരണം. അതിനുവേണ്ടി പുതിയ സർക്കാർ വന്നപ്പോൾ ആ ഉപസമിതി ഇല്ലാത്തതിനാൽ പുതിയ ഉപസമിതി വരികയാണ്. ഇനി അതിന്റെ മേൽ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. പുതിയ സർക്കാർ വന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനോട് എന്താണ് ഇതിൽ നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ച് കേന്ദ്രം ഒരു കത്തയക്കുകയും അതിന്റെ പേരിൽ ഇവിടെ ഉപസമിതി രൂപീകരിക്കുകയും ചെയ്തു. അതായത് ഇനി ആ ഉപസമിതിയുടെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുക്കണം. ഞങ്ങൾക്ക് PM ശ്രീ വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് PM ശ്രീ വേണ്ട. ഈ തീരുമാനം എടുക്കാനും ഫ്രീസ് ചെയ്യാനുമുള്ള അധികാരം കഴിഞ്ഞ സർക്കാരിന് എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ തന്നെ ഈ സർക്കാരിനുമുണ്ട്. ഞങ്ങൾക്കിവിടെ ഉണ്ടായ കൺസേൺസുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് അത് വീണ്ടും ഞങ്ങൾ, അതായത് ആ വാക്കിങ്ങനെയാണ്, കെപ്റ്റ് ഇൻ അബേൻസ് എന്നുള്ളതാണ്. ആ നിലയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2027 വരെ PM ശ്രീ പദ്ധതി അവസാനിക്കുന്നത് വരെയും അത് അങ്ങനെ തന്നെ പോകാൻ കഴിയും. അറബിക്കടലിൽ കിടക്കുന്നത് അറബിക്കടലിൽ തന്നെ കിടന്നുകൊള്ളും. അത് എടുത്തുകൊണ്ട് വരണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ വരാം അങ്ങനെയൊക്കെ. വ്യത്യാസം താങ്കളുടെ ഭാഷയും എന്റെ ഭാഷയും രണ്ടും രണ്ടായിരിക്കാം. പറഞ്ഞത് ഒരേ കാര്യമാണ്. അല്ല, മെമ്മോറാണ്ടം നിലവിലുണ്ട് എന്നും PMC പദ്ധതി നടപ്പിലാക്കി എന്നുമാണ് അങ്ങ് പറഞ്ഞത്. മെമ്മോറാണ്ടം നിലവിലില്ല എന്നും അത് ഫ്രീസ് ചെയ്തുവെന്നും PMC പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്നുമാണ് ഞാൻ പറഞ്ഞത്. രണ്ടും ഭാഷയുടെ വ്യത്യാസമല്ല, രണ്ടും കൃത്യമായ വ്യത്യാസമാണ്. അങ്ങേക്ക് അറിയില്ല എന്നങ്ങ് പറഞ്ഞ കാര്യമാണ്. മറ്റുള്ളവരെ പരിഹസിക്കാൻ പഠിച്ചാൽ പോരാ, ഒരു കാര്യത്തിൽ വിഷയം കൂടി പഠിക്കണം. നിങ്ങൾ പറയുന്ന ഭാഷയും ഞാൻ പറയുന്ന ഭാഷയുടെ വ്യത്യാസമല്ല, വളരെ വ്യക്തമാണ്. ഒന്ന് PMC യുടെ MOU നിലവിലുണ്ടെന്ന് അങ്ങ് പറഞ്ഞു. രണ്ട്, PMC പദ്ധതി നടപ്പിലാക്കിയെന്ന് പറഞ്ഞു. MOU നിലവിലുണ്ടെന്ന് ഫ്രീസ് ചെയ്തുവെന്നും ഞാൻ പറഞ്ഞു. PMC പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല നിലവിലെന്ന് പറഞ്ഞു. രണ്ടും രാവും പകലും പോലെ വ്യത്യസ്തമാണ്. മിനിമം ആ വിഷയത്തിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കാനല്ല അതിന്റെ ഉത്തരം. കേട്ടോ, ആളുകളെ പരിഹസിച്ചാൽ രാഷ്ട്രീയമാവില്ല. രാഷ്ട്രീയവും വസ്തുതാപരമായ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് വേണ്ടത്.
അല്ലല്ല, ഒരു പരിഹാസവും ഇല്ല, ഒരു പരിഹാസവും ഇല്ല. ഞാൻ വളരെ കൃത്യമായി ഈ ചർച്ചയിൽ പറഞ്ഞു പദ്ധതിയുടെ പണം PMC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങേക്ക് അറിയില്ല എന്ന് ഞാൻ പറയില്ല. എന്റെ ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരു അതിഥിക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അറിയില്ല എന്നൊന്നും ഞാൻ പറയില്ല, പരിഹസിക്കില്ല ഞാൻ. പക്ഷെ അങ്ങ് പറഞ്ഞു അങ്ങേക്ക് അറിയില്ല. ഞങ്ങൾ ആ വിഷയത്തെ എതിർത്തത് വർഗീയ അജണ്ട കടത്തിക്കൊണ്ടുവരാൻ ഉപസമിതിയെ നിയോഗിച്ചു. താങ്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്ക് ഇത്തിരി മനസ്സിലാക്കലുമുള്ള അറിവ് കുറവാ. PMC കേരളത്തിൽ നിലവിലുണ്ടോ? PMC നിലവിലുണ്ട്. PMC നിലവിലുണ്ട്. നിലവിൽ മുൻ ഗവൺമെന്റ് റദ്ദ് ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് ഒരു MOU സൈൻ ചെയ്തിട്ടില്ല. MOU ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ശരി. തീർച്ചയായിട്ടും എന്റെ അറിവില്ലായ്മയാണ് സാർ, എന്റെ അറിവില്ലായ്മയാണ്. ഞാൻ വായിക്കാം. ഇത് 12/11/2025 ഡോക്ടർ കെ വാസുകി IAS സഞ്ജയ് കുമാർ IAS അയച്ച കത്ത് പ്രകാരം ഇവിടെ concerns ഉണ്ട്. In view of the concerns raised regarding the implementation of memorandum of understanding referred to above, the Council of Ministers of the state decided to constitute a committee from among its members to examine such concerns raised and to submit its report for further consideration. For facilitating the same, the Council of Ministers decided to keep the implementation of MOU in abeyance എന്ന് എഴുതി വെച്ചിരിക്കുന്നത് സർക്കാർ രേഖയിലാണ് സാർ. ഇവിടെ PMC നടപ്പിലായിട്ടില്ല. ഇവിടെ PMC-യുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് നിലവിലില്ല. ഇതിനപ്പുറത്തേക്ക് അങ്ങ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വസ്തുതാ വിരുദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ എന്റെ കയ്യിൽ വകുപ്പില്ല സർ. ശ്രീ വി കെ സനോജ്, പക്ഷെ ഒരു കാര്യമുണ്ട്. ഇവിടെ രാഷ്ട്രീയമായ നിങ്ങളുടെ മുന്നണിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ, അതായത് PMC-ക്കെതിരെ കൊടിപിടിച്ച SFI അടക്കമുള്ള സംഘടനകളുടെ പ്രതിഷേധം കണ്ടിട്ടും ഒരു പ്രത്യേക സാഹചര്യ പ്രകാരം നമുക്ക് സാമ്പത്തികമായ കാര്യം, അതായത് ഒരു NEP-യുടെ പേരിൽ ഈ പണം കളയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അങ്ങനെ പണം കളയാൻ ആഗ്രഹമില്ലാത്തതിന്റെ പേരിൽ MOU ഒപ്പുവെച്ചൊരു പദ്ധതിക്കെതിരെ ഇന്ന് പുതിയൊരു സർക്കാർ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പോകുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ, പ്രതിഷേധിക്കുമ്പോൾ നമുക്കൊരു ധാർമ്മിക അടിത്തറ വേണ്ടേ? ഇത് ഞങ്ങൾ ഒപ്പുവെച്ചതാണല്ലോ, ഞങ്ങൾ സാമ്പത്തിക വശം മാത്രം പരിഗണിച്ച് ഒപ്പുവെച്ചതാണല്ലോ, ഞങ്ങൾക്കില്ലാത്ത എന്ത് രാഷ്ട്രീയ ബോധ്യമാണ് അവർക്ക് വേണ്ടത് എന്നൊരു സ്വയം ചോദ്യം ഉണ്ടാവേണ്ടേ? ശ്രീ വി കെ സനോജ്. അല്ല, രാഷ്ട്രീയ ധാർമ്മികത പുലർത്തേണ്ടത് UDF ആണിപ്പോൾ. കാരണം ഇടതുപക്ഷം അന്ന് ആ ഒരു സാഹചര്യമെല്ലാം വളരെ കൃത്യമായി വിശദീകരിച്ചു. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായെന്ന് നമുക്കറിയാം. നമ്മൾ തന്നെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ അഭിപ്രായം ഉണ്ടായി, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ അതിനകത്ത് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തൽക്കാലം ഇത് നടപ്പാക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചല്ലോ. അപ്പം അന്ന് അതിനുശേഷം തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാം പൊതുയോഗ പ്രസംഗങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. ആ ഘട്ടത്തിൽ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ എടുത്ത് അറബിക്കടലിൽ എറിയും, PM ശ്രീ ചവറ്റുകൊട്ടയിലിടും എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞ ആളുകൾ LDF ഗവൺമെന്റ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തെറ്റായ കാര്യം ചെയ്തു, അത് തിരുത്തും എന്ന് പറഞ്ഞിട്ടാണല്ലോ അധികാരത്തിൽ വന്നത്. അങ്ങനെ വന്ന ആളുകൾ അതേ കാര്യങ്ങൾ തന്നെ തുടരാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ വെക്കുന്നു എന്നുള്ളതാണ്. തുടരാൻ വേണ്ടിയിട്ടാണ് സമിതി വെക്കുന്നത്. ഇത് ഒഴിവാക്കാനാണെങ്കിൽ പിന്നെ സമിതിയുടെ ആവശ്യമില്ല. കാരണം തൽക്കാലം ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു MOU ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ MOU തൽക്കാലം ഞങ്ങൾ തുടരുന്നില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിൽക്കും. റദ്ദാക്കിയോ ഇല്ലോ എന്നൊക്കെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെ എന്താ വേണ്ടത്? PMC നടപ്പാക്കരുത്. അതാണല്ലോ കോൺഗ്രസിന്റെ ആവശ്യം. ആ കോൺഗ്രസിന്റെ ആവശ്യം നേരത്തെ അല്ലെങ്കിൽ PMC നടപ്പാക്കരുത് എന്ന് പറഞ്ഞ ആളുടെ ആവശ്യം, അത് പരിഗണിച്ചുകൊണ്ട് ഇടതുപക്ഷം വളരെ കൃത്യമായിട്ട് കത്തയച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒരാലോചനയും പിന്നെ നടത്തിയിട്ടില്ല. ഇപ്പം അനിൽ ബോസ് കുറേ കളവ് പറഞ്ഞുവിടാം. അനിൽ ബോസ് പറഞ്ഞു PMC ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്, പണം പറ്റിയിട്ടുണ്ട്, പിന്നെ അതിനുശേഷം ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല, അതിനുശേഷം പിന്നെ തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥം എന്താ ഉണ്ടായത്? ആ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഇടതുപക്ഷം അങ്ങോട്ട് കത്തയച്ചു. അതോടുകൂടി MOU ഫ്രീസ് ചെയ്യപ്പെട്ടു. അതോടുകൂടി ആ MOUയിൽ പരാമർശിച്ച ഒരു കാര്യങ്ങളും സ്കൂളുകൾ ലിസ്റ്റ് കൊടുക്കണമായിരുന്നു. ഏത് പ്രശ്നങ്ങൾ ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിൽ അതൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ചല്ലോ. പറയൂ. അതൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ചല്ലോ. ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യം ഇടതുപക്ഷത്തിന് പറയട്ടെ. ഞങ്ങളുടെ ഭാഗം കൃത്യമായി അന്ന് വിശദീകരിച്ചിരുന്നു. എന്താ പ്രശ്നം? PM ശ്രീയുടെ കാര്യം മാത്രമല്ലല്ലോ, ഇവിടെ സർവശിക്ഷാ അഭിയാന്റെ പണം പോലും അനുവദിക്കാത്ത രൂപത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അങ്ങേയറ്റം ധിക്കാരപരമായ, അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ ഫെഡറൽ തത്വങ്ങൾ കാറ്റിൽ പറത്തുന്ന നയം സ്വീകരിക്കുന്നു. അതിനെതിരായിട്ട് ഒരു ഭാഗത്ത് സമരം വേറെ നടക്കുന്നുണ്ട്.
പക്ഷെ ആ സമരം കഴിയുന്നവരെ കാത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്കൂളുകളുടെ സ്ഥിതി കുറച്ച് പ്രശ്നമാവും എന്ന് കണ്ടിട്ട് ഇവിടെ പലവിധത്തിലും സാമ്പത്തികമായ സമ്മർദ്ദം വന്നപ്പോ ഈ സാമ്പത്തിക സമ്മർദ്ദം മാത്രമായിരുന്നോ? NEP-യോട് എന്തായിരുന്നു ഇടതുപക്ഷത്തിന്റെ നയം? ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടു. സാമ്പത്തികമായ സമ്മർദ്ദം ഞാൻ സമ്മതിക്കുന്നു, അത് വലിയ തോതിൽ ഇടതുപക്ഷത്തിന്റെ നയമെല്ലാം വളരെ കൃത്യം. എന്താണ് ഇല്ലല്ല, NEP സംബന്ധിച്ച് എന്താ NEP സംബന്ധിച്ച് ഇടതുപക്ഷം വളരെ കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. NEP-യോട് അങ്ങേയറ്റം NEP-യുടെ ഭാഗമായി ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളോടും ശക്തമായ സമരം, ശക്തമായ എതിർപ്പ് അന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നും രേഖപ്പെടുത്തും. അതിനൊന്നും ഒരു തർക്കവുമില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന അനിൽ ബോസ് ഉണ്ടല്ലോ, അല്ല, നിങ്ങൾ ഈ ധാർമ്മികതയെ കുറിച്ച് പറയുന്ന അനിൽ ബോസ് ഉണ്ടല്ലോ, ഒറ്റ കാര്യം, അശോക് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആരാണ് ധൃതി പിടിച്ച് ഒന്നും പറയാതെ ഒപ്പിട്ടത്? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ തന്നെയാണ് കേരളത്തിലും ഈ പ്രശ്നം വന്നപ്പോ ഒരു ഇടപെടൽ ഗവൺമെന്റ് നടത്തിയത്. ഗവൺമെന്റ് അത് ഫ്രീസ് ചെയ്തു. ആ ഫ്രീസ് ചെയ്യാൻ ആവശ്യമായ പിന്നെ വലിയ സമരം നടത്തിയവർ, അതിനാവശ്യമായ വലിയ എതിർപ്പ് രേഖപ്പെടുത്തിയവർ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുമ്പോ അതാണ് ഇവിടെ ചർച്ച ചെയ്തത്. ആ ധാർമ്മികതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അറബിക്കടൽ എറിയും എന്ന് പറഞ്ഞവർ അറബിക്കടലിലെ വെള്ളം വറ്റിപ്പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് അതിലായിരിക്കും. ശരി, ഈ NEP-യുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് അന്നും ഇന്നും എതിർപ്പാണ് എന്നാണ് അങ്ങ് പറയുന്നത്. NEP-ക്ക് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചത് കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ആ കുഴപ്പം എന്താണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, എന്റെ നിലപാട് മാറ്റി എന്ന് വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് എതിർക്കുമോ? ഞാൻ പറഞ്ഞ ശിവൻകുട്ടി പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രിയാണ്. CPM-ന്റെ നിലപാട് എന്താണ്? പറയേണ്ടുന്ന CPM നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതിനപ്പുറത്ത് NEP-യിൽ CPM-ന് വേറൊരു അഭിപ്രായമുണ്ടോ? അല്ലല്ല, അങ്ങനെയല്ല. CPM നേതൃത്വം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, SF-യുടെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്, DYF-യുടെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. NEP-യുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പല അജണ്ടകളും ഒളിച്ചു കടത്താനുള്ള നീക്കമുണ്ട്. അതിനെതിരായ എല്ലാ ഘട്ടത്തിലും ഓരോ നിലപാട് പറയുന്നതിന് നിലപാടില്ലായ്മ എന്നാണ് പറയുക. കഴിഞ്ഞ സർക്കാരിലെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് കഴിഞ്ഞ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് കേൾക്കാം, കേട്ടിട്ട് വരാം, എന്നിട്ട് വിശദീകരിച്ചാൽ മതി സർ. കേൾക്കാം, ചോദിക്കട്ടെ മാധു? അല്ല, കേൾക്കാം, എന്നിട്ട് ചോദിക്കാം. കേൾക്കാം. ഞാനത് പറഞ്ഞല്ലോ, നിങ്ങളതിൽ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടി വരുമെന്ന്. സർക്കാരിന് അതെല്ലാം ഒരു നയമാറ്റമാണ്. അല്ലല്ല, അങ്ങനെയല്ലോ. അല്ല, ഒരു നയത്തിൽ മാത്രം നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ? കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണ്ടേ? അത് സർക്കാർ സമ്മതിച്ചല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് പിന്നെ നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട 1500 കോടിയും അതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. ഒരു NEP-യുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. ഈ NEP-യിൽ എന്താണ് കുഴപ്പം? ഒന്നൊന്ന് പറഞ്ഞേ. NEP-യിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. ഓക്കെ, 2-3 കാര്യമാണ്. ഒന്ന്, ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. NEP-യിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം NEP-യുടെ ഡ്രാഫ്റ്റ് എടുത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ കൊടുക്കണം. അങ്ങ് നേരത്തെ പറഞ്ഞ അതേ NEP-ആണ് കേട്ടോ. കൃത്യമായ അഭിപ്രായമുണ്ട് ഇടതുപക്ഷത്തിനെന്ന് പറഞ്ഞാൽ അതേ NEP-ക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവും നിങ്ങളുടെ പാർട്ടി വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിച്ച പോയ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ എന്ന് കുട്ടികൾ വിളിച്ച മന്ത്രി ആണ്. അപ്പോൾ NEP-ക്ക് പ്രശ്നമില്ല. നയം പറഞ്ഞിട്ട് 1500 കോടി രൂപ വേണ്ടെന്ന് വെക്കണമെന്നാണോ നേരത്തെ അങ്ങ് പറഞ്ഞ നയം? അതേ നയം ഒരു NEP-ക്ക് വേണ്ടി ഇത് നഷ്ടമാക്കണമോ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത്. നിങ്ങൾ ഏത് നയത്തെക്കുറിച്ചാണ് പറയുന്നത് ശ്രീ VK സനോജ്? അല്ല, നയം പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ, നയം പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ, ആ നയത്തിന്റെ ഭാഗമായിട്ട് വലിയ വിമർശനം ഉന്നയിച്ച ആളുകൾ അതേ നയം നടപ്പാക്കാൻ വേണ്ടി നോക്കുമ്പോഴാണല്ലോ ഇപ്പോൾ ഈ ചർച്ച വന്നത്. അപ്പൊ അവർ പറയട്ടെ, അവർ നേരത്തെ നയത്തിന്റെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്ന് അവർ പറയട്ടെ. നിങ്ങളൊന്ന് പറയണം. കോൺഗ്രസ് അഭിപ്രായം ഉണ്ടോ? ഇതേ നയം തന്നെയാണല്ലോ രാജസ്ഥാനിൽ നടപ്പാക്കിയത്.
അല്ല ഞാൻ പറഞ്ഞല്ലോ CPM NEP അനുകൂലിക്കുന്ന നിലപാടില്ല. അപ്പൊ വി ശിവൻകുട്ടി ആരാണ് സാർ? ഇടതുപക്ഷത്തിന് NEP അനുകൂലിക്കുന്ന നിലപാടില്ല. ഇടതുപക്ഷത്തെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. വി ശിവൻകുട്ടിക്ക് ഇടതുപക്ഷത്തിന് NEP അനുകൂലിക്കുന്ന നിലപാടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ശിവൻകുട്ടി പറഞ്ഞ എന്താണ്? ശിവൻകുട്ടി PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് പറഞ്ഞ ഉത്തരമാണ്. നിങ്ങൾ അതിനെ മാത്രം അങ്ങനെ കാണരുത്. PM ശ്രീയുമായി അതിനെ മാത്രം അങ്ങനെ കാണരുത്. അതിനെ മാത്രം അടർത്തിയെടുത്ത് ഇടതുപക്ഷ നിലപാടാണെന്ന് പറയരുത്. ഞാൻ പറയട്ടെ, ശിവൻകുട്ടി ഞാൻ പറയട്ടെ, ശിവൻകുട്ടി അവിടെ ഉദ്ദേശിച്ചത് എന്താണ്? NEP-യുടെ കാര്യങ്ങൾ നടപ്പാക്കാതെ തന്നെ ഈ കാര്യങ്ങൾ ഈ PM ശ്രീ ഒപ്പിട്ട് ഈ നമ്മുടെ സർവശിക്ഷാ അഭിയാന്റെ കാശ് വാങ്ങിയെടുക്കാം എന്നാണ് കരുതിയത്. ആ കാര്യങ്ങൾ ഉപേക്ഷിച്ചു, അത് റദ്ദാക്കി. പറഞ്ഞില്ല NEP-ൽ ഒപ്പുവെക്കാതെ തന്നെ PM ശ്രീയുടെ പണം എന്ന് പറഞ്ഞില്ല. എന്താ കുഴപ്പം എന്നാ ചോദിച്ചേ? ഇടതുപക്ഷത്തിന് അങ്ങനെ നയമില്ല. ഇടതുപക്ഷത്തിന് അങ്ങനെ നയമില്ല. നയമില്ല. അത് ഞങ്ങൾ എവിടെയും പറയും. നയമില്ല. PM ശ്രീയിൽ നയമില്ല എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് എന്തോ ധാർമ്മിക നയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്താണ് സാർ ഈ പ്രശ്നം. ഓക്കെ, അടുത്ത ഷിബു മിരാൻ. പണ്ട് നാട്ടുംപുറത്ത് പറയും, പുഴ വറ്റിയും തുടലറ്റും പോയാൽ കടി കിട്ടുമല്ലോ എന്ന്. അങ്ങനെ ഒരു കണക്കിനും LDF PM ശ്രീ നടപ്പിലാക്കാൻ തയ്യാറാകില്ല. ഇനി അഥവാ നടപ്പിലാക്കാൻ തയ്യാറായാൽ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന കോൺഗ്രസോ UDF അതിന് തരിമ്പും വഴങ്ങില്ല. കാരണം അത് ചവറ്റുകുട്ടയിലെറിയും, അറബിക്കടലിലെറിയും എന്നൊക്കെ ആയിരുന്നു എല്ലാവരുടെയും വാക്കുകൾ. പക്ഷെ ഇതിപ്പം കടല് തന്നെ വറ്റിപ്പോയ സാഹചര്യമാണ്, അതും അറബിക്കടൽ. എന്തു ചെയ്യും? സ്മൃതി, ഈ വാക്കുകൾ നമുക്കറിയാം. ഇപ്പൊ ഈ അറബിക്കടലിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കരാറ് ചുമന്നുകൊണ്ടുപോയി കടലിടുമെന്നല്ല. ഇടപെടരുത്, ഞാൻ പറഞ്ഞു തീർക്കാം. ഇപ്പൊ ഘാട്ട് കരാർ അറബിക്കടലിൽ, ഇൻഡോ അമേരിക്കൻ ന്യൂക്ലിയർ കരാർ അറബിക്കടലിൽ, എക്സ്പ്രസ് ഹൈവേ അറബിക്കടലിൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ റോഡ് പൊക്കി കൊണ്ടുപോയിടുന്നത്. സ്മൃതിക്ക് അത് ചോദിക്കാനുള്ള അവകാശത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. സോറി, മാധുവിന് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അത് ചോദിക്കാം. ഇവിടെ ഇപ്പൊ CPM നടത്തിയൊരു രാഷ്ട്രീയ വിമർശനമാണ്, ഞങ്ങൾ മുങ്ങിത്തപ്പി, അത് കിട്ടിയില്ല. അങ്ങനെ ചോദിച്ചാൽ തിരിച്ച് പരിഹസിക്കാനേ നിവൃത്തിയുള്ളൂ. നിങ്ങൾ ഘാട്ട് കരാറും ആണവ കരാറും എക്സ്പ്രസ് ഹൈവേ ഒക്കെ മുങ്ങിത്താഴ്ത്തിയ, കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തിയ അറബിക്കടലിന്റെ പരിസരത്തിന് ഇതും കിടപ്പുണ്ടെന്ന് പരിഹസിക്കാനേ നിവൃത്തിയുള്ളൂ. പക്ഷെ മാധുവിന്റെ ചോദ്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്കൊരു ആദർശ വ്യതിയാനം ഇതിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ഈ ചോദ്യങ്ങളുടെ ആകെ, ഈ ചർച്ചയുടെ ആകെ മർമ്മം നിൽക്കുന്നത്. ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ ഇത് ഒന്നാമത്തെ ഒരു തർക്കം ഇപ്പം നിലനിൽക്കുന്നത്. ഈ കരാർ ഇല്ലാതായി. അപ്പോൾ മാധു തന്നെ കത്ത് വായിച്ചു, വാസുകി IAS കത്ത് മാധു വായിച്ചു. നമ്മളത് തൽക്കാലത്തേക്ക് കുറെ കൺസേൺസ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് കൗൺസിൽസിന്റെ ഒരു സബ് കമ്മിറ്റിയെ രൂപീകരിച്ചിട്ട് അത് അബയൻസിൽ വെക്കുന്നു. അബയൻസ് എന്ന് വെച്ചാൽ എ ടെമ്പററി സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി, തൽക്കാലത്തേക്കുള്ളൊരു അവസ്ഥ എന്നാണ്. എന്നാൽ അതിനകത്ത് പിന്നെ പറയുന്നത് എന്താണ്? ഈ റിപ്പോർട്ട് കിട്ടിയാൽ ഫർദർ ഇംപ്ലിമെന്റേഷൻ, ആ വാക്കാണ്. റിഗാർഡിംഗ് വിഡ്രോവൽ എന്നല്ല വാസുകി IAS പറയുന്നത്, ഫർദർ ഇംപ്ലിമെന്റേഷൻ എന്ന വാക്കാണ്. ഞാൻ അയച്ചുതരാം. അതിനു മുൻപ് ഇപ്പൊ 12/11 ഈ കത്ത് പോകുന്നത്. 4/11 ഒരു GO ഞാൻ മാധുവിന് അയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്, PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതി റിവ്യൂ ചെയ്യാൻ താഴെ പറയുന്ന മന്ത്രിമാരുടെ ഒരു സബ് കമ്മിറ്റി, എന്ന് വെച്ചാൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട എന്നല്ല. ആ ഓർഡർ ഞാൻ അയച്ചിട്ടുണ്ട്, അത് വായിച്ചോളൂ. അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്നാണ് മൂന്നാമത്തെ എന്റെ പോയിന്റ്. എപ്പോഴാണ് ഞാനും മാധവും തമ്മിൽ ഒരു എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുന്നു. ആ എഗ്രിമെന്റ് ഇല്ലാതാകാൻ, ആ എഗ്രിമെന്റിൽ ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ അതുവഴി മാത്രമല്ലേ ഇത് സാധ്യമാവുള്ളൂ. ഇപ്പൊ MOU കൃത്യമായി പറയുന്നുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിസർവ്സ് ദ റൈറ്റ് ടു ക്യാൻസൽ റിക്ലെയിം എന്ന് വെച്ചാൽ ഈ കരാർ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് റിസർവ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അയച്ച ഈ കത്ത് അത് താൽക്കാലികമായി ഒന്ന് തടിതപ്പി എന്നതല്ലാതെ MOU റദ്ദ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആ ലെറ്റർ എമൗണ്ട് ചെയ്യുന്നില്ല. ഒരർത്ഥത്തിൽ MOU ഇപ്പോഴും നിലനിൽക്കാണ്. ആത്മാർത്ഥമായി അത് നടപ്പിലാക്കില്ല എന്ന തീരുമാനത്തോടെയാണ്, നടപ്പാക്കാതിരിക്കാനുള്ള സാധ്യതകൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് LDF ഒരു മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിച്ചതെങ്കിൽ ആ കത്ത് തുടങ്ങുന്നത് ഇതിൽ നിന്ന് പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പഠനം നടത്താൻ, റിവ്യൂ നടത്താൻ എന്നാണ്. നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്നാകുമായിരുന്നില്ല. അങ്ങ് പറഞ്ഞത് വസ്തുതാപരമാണ്, അതിൽ ഒരു വാക്ക് പോലും എടുത്തു കളയാനില്ല. അങ്ങ് ആ വിഷയം വളരെ കൃത്യമായി പഠിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് ബഹുമാനിക്കുകയും ചെയ്യുന്നു. വളരെ കൃത്യമാണ്. എനിക്കും അത് കൃത്യമായ അഭിപ്രായമാണ് അതിലുള്ളത്. കാരണം ഇതൊരു കണ്ണിൽ പൊടിയിടൽ കത്താണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഞാൻ നേരത്തെ ശ്രീ VK സനോജിനോട് ചോദിച്ചത്. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലല്ല, CPI ഉയർത്തിയ കടുത്ത
പ്രതിഷേധത്തിന്റെ പേരിൽ ഒരുപക്ഷെ സഖ്യമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അത് ഫ്രീസ് ചെയ്യുകയായിരുന്നു. ഒരുപക്ഷെ മൂന്നാം ഊഴം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫ്രീസറിൽ നിന്ന് അത് പുറത്തെടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയുകയും ചെയ്യാം. അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട റിവ്യൂ എന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം ഓൾറെഡി MOU ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പിൻവലിയുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെ സാങ്കേതികമായി പറയാൻ കഴിയുകയുള്ളൂ. ഇത് പോയ സർക്കാരിന്റെ കാലത്ത് സർ, ഈ MOU ഒപ്പുവെച്ചതിന് ശേഷമാണ് സർ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അറബിക്കടലിൽ എറിയുമെന്ന്. വേണ്ട, അറബിക്കടലിൽ പോകണ്ട, അങ്ങ് പറഞ്ഞതുപോലെ അതൊരു യൂസേജ് ആണ്. പക്ഷെ ചവറ്റുകുട്ട അങ്ങനെയല്ലല്ലോ, അതെടുത്ത് കളയാമല്ലോ, കീറി എറിയാമല്ലോ, ചെയ്തില്ലല്ലോ. കൃത്യമായി മാധു. അപ്പം നമുക്ക് സംബന്ധിച്ച് ഇപ്പം അവര് ഇതിനകത്ത് ഒരു എതിർപ്പ് വന്നപ്പോൾ സ്വീകരിച്ച നടപടിക്രമങ്ങൾ മന്ത്രിസഭാ ഉപസമിതി, ഞങ്ങളും അതല്ലേ മാധു ചെയ്തിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നു. മാധു തന്നെ സമ്മതിക്കുന്നു, ഈ ഒരു തീരാത്ത ധർമ്മസങ്കടത്തിന്റെ മുനമ്പിൽ കേരളത്തെ കൊണ്ടുപോയി നിർത്തിയതിന്റെ ഉത്തരവാദിത്വം LDF-നാണ്. അതിലിപ്പോ നമുക്കിടയിൽ തർക്കമില്ല. ഇനി ഇതിനകത്ത് വേ ഔട്ടിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തർക്കം നിലനിർത്തുന്നത്. അതായത് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നു, നിരുപാധികം ഇത് നടപ്പാക്കാൻ പോകുന്നു. അങ്ങനെ ഒരു നിലപാട് UDF പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇപ്പൊ ഇവരുണ്ടാക്കിയ മന്ത്രിസഭാ സമിതി ഇന്ന് വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിലും കേരളത്തിന്റെ ബഹുമാനിക്കാം, പക്ഷേ നടപ്പിലാക്കാതിരിക്കാനുള്ള സാധ്യത സർക്കാർ പരിശോധിക്കും എന്ന് പറയാമോ? അങ്ങ് പറഞ്ഞാലും മതി സർ. PM ശ്രീ നടപ്പിലാക്കാതിരിക്കാൻ സാധ്യമാണോ എന്ന് സർക്കാർ പരിശോധിക്കും എന്ന് പറയാമോ? ഇത് യോഗം ചേരാത്ത ഒരു മന്ത്രിസഭാ ഉപസമിതി യോഗമാവില്ല. ആ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന്റെ അന്വേഷണങ്ങളുടെ ആദ്യത്തെ പരിഗണന ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും എന്നത് തന്നെയാവും. നേരത്തെ ഒരു നിലക്കും വൺസ് PM ശ്രീ ഓൾവേസ്, ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായമാണ് പറയുന്നത്. വൺസ് PM ശ്രീ ഓൾവേസ് PM ശ്രീ എന്ന നിലക്ക് മടങ്ങി വരവില്ലാത്തൊരൊറ്റ പോക്കായിരുന്നു ഇതെങ്കിൽ പിന്നെന്താ നമുക്ക് ഓപ്ഷൻ ഉള്ളത് മാധു? പിന്നെന്താ ഓപ്ഷൻ ഉള്ളത്? അതാണ് ഞങ്ങൾ point 2 ആയി പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് അത് പരിശോധിക്കാനുള്ള മന്ത്രി ഇനി മടക്കമില്ലാത്തൊരു യാത്രയാണ്, ദൂരയാത്രയിലേക്കാണ് സഖാക്കള് കേരളത്തെ കൊണ്ടുപോയതെങ്കിൽ അങ്ങനെയൊന്നുമില്ല സർ. കാരണം പഞ്ചാബ് അടക്കം അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അതിൽ അവർക്ക് സാമ്പത്തിക നഷ്ടം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സർവ്വശിക്ഷാ അഭിയാൻ അടക്കമുള്ള ഫണ്ട് വലിയ തോതിൽ പിടിച്ചു വെക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ 2027 PM ശ്രീ അവസാനിക്കും. അപ്പോൾ SSKയുടെ അടക്കം ഫണ്ട് സംസ്ഥാന സർക്കാർ ചോദിച്ചാൽ, സുപ്രീം കോടതിയിൽ അടക്കം ചോദിച്ചാൽ പിടിച്ചു വെക്കാൻ കഴിയില്ല. ഒരു വർഷത്തേക്ക് കൂടി മുണ്ട് മുറുക്കി ഉടുത്തു പോകണമെന്നതിനപ്പുറത്തേക്ക് വലിയ പ്രതിസന്ധി ഇല്ലെന്നാണ് ഞാൻ എൻ്റെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 2027 ഇത് അവസാനിക്കും. SSK ഫണ്ട് മുൻകാല പ്രാബല്യത്തോടെ കിട്ടും. മാധു ഒരു കാര്യം ഈ പഞ്ചാബിന്റെ കാര്യത്തിൽ പഞ്ചാബ് 2022 ഒക്ടോബറിൽ ഇതിൽ ഒപ്പുവെക്കുന്നു. പിന്നാലെ 2023 ജൂലൈയിൽ അവർ പിന്മാറുന്നു. ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. അവർ 526 കോടി രൂപ SSA ഫണ്ട് തടഞ്ഞു വെച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയണ്ട, മാർജിൻ ക്രോസ് ചെക്ക് ചെയ്യാം, 2024 ജൂലൈ മാസം പഞ്ചാബ് ഈ പ്രൊജക്റ്റിൽ റീജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതിന് അങ്ങനെ ഒരു ടൈലന്റ് കൂടി ഉണ്ട്. പഞ്ചാബ് ഇപ്പോൾ PM ശ്രീ നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമാണെന്നാണ് എൻ്റെ ബോധ്യം. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ മാധു പറഞ്ഞാൽ ഞാൻ തിരുത്തും. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയാം. എന്ന് വെച്ചാൽ ഇതിനകത്ത് അങ്ങനെ ഒരു കുരുക്കുണ്ട്. PM ശ്രീ ഒരു നിലക്കും രാജ്യത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ നന്നാക്കാൻ ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രൊജക്ട് അല്ല, അതൊരു ചൂണ്ടക്കൊളുത്താണ്. ആ ചൂണ്ടക്കൊളുത്തിൽ കൊത്തിയത് LDF ആണ്. ശരിയാണ്, ഞങ്ങൾ ആ ചൂണ്ടക്കൊളുത്തിൽ ഇപ്പോൾ തൽക്കാലം ഒന്ന് പിടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ പരിഗണന അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരിക എന്നത് തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുക. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റി നിർത്തി ഇതിപ്പോ ഞങ്ങൾ ഒപ്പുവെച്ച കരാറാണ് എന്ന നിലക്ക് ഇടതുപക്ഷം ഒരു നരേഷൻ കൊടുക്കുമ്പോൾ 2023 ഞാൻ മാധുര അത് അയച്ചു തരാം. 23 ഇവിടെ നിന്നൊരു കമ്മിറ്റി രൂപീകരിച്ച് ഇവരൊരു സുപ്രഭാതത്തിൽ പോയി ഒപ്പിട്ടതല്ല, ഒരു ഗതികേടിന്റെ പേരിൽ ഒപ്പിട്ടതല്ല. 2023 ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. 24 ഒന്ന് കിട്ടിയെന്ന് സഞ്ജയ് കുമാർ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെ പിന്നെ അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. 25 അരനൂറ്റാണ്ട് കാലം ഒപ്പുവെച്ചു കഴിഞ്ഞൊരു MOU-നെ കുറിച്ചാണ് നിങ്ങൾ അത് പിൻവലിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ നിയമപരമായ വശങ്ങൾ നോക്കിയിട്ട് വേണം മൈക്ക് കെട്ടാൻ. അല്ലാതെ വിളിച്ചു പറയുന്നത്, നിങ്ങൾ ആ വിളിച്ചു പറഞ്ഞതിന് ഇപ്പൊ നിസാരവൽക്കരിക്കുന്നുണ്ട്. ഈ KM ഷാജി അന്ന് പറഞ്ഞത് ഒരു പറച്ചിലങ്ങ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പറച്ചിലങ്ങ് പറഞ്ഞത് കേട്ട് വോട്ട് ചെയ്ത മനുഷ്യൻ എന്ത് വിചാരിക്കും? ഞങ്ങൾ പറ്റിക്കപ്പെട്ടു പോയി എന്ന് വിചാരിക്കണോ? പറച്ചിലാണ് സർ വോട്ട് കിട്ടിയത്. ഞങ്ങളത് തീർച്ചയായും പിന്നെ മാധു, ഞങ്ങൾ അതുകൊണ്ടല്ലേ കേരളത്തിലെ ജനങ്ങളോട് ഇതിന്റെ ചരിത്രം, ഇതിന്റെ വസ്തുതാപരമായ ഫാക്ട്സും ഇവന്റ്സും വെച്ച് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വിവേകമുണ്ട്. ഞങ്ങളെ നിങ്ങൾ വേണമെങ്കിൽ രണ്ടാം പ്രതികളാക്കിക്കോളൂ,
ഒന്നാം പ്രതി LDF ആണ് എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യവുമല്ലോ. 2025 ഒക്ടോബർ മാസം 23-ാം തീയതി വാസുകി IAS ഡൽഹിയിൽ പോയി ഒപ്പുവെക്കുന്നത് വരെ കേരളത്തിന് മുൻപിൽ CM ശ്രീ എന്നൊരു വെല്ലുവിളി ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ശരി, ആരാണ് ഒന്നാം പ്രതി, ആരാണ് രണ്ടാം പ്രതി എന്ന് പറയുമ്പോഴും ഇതിൽ വേദനിക്കപ്പെടുന്നതും അനീതി ഉണ്ടാകുന്നതും സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിനും കാഴ്ചപ്പാടിനുമാണ് എങ്കിൽ അത് ജനങ്ങളുടെ നഷ്ടമാണ്. അല്ലെങ്കിൽ അവിടെ ഇരയാക്കപ്പെടുന്നത് ജനങ്ങളും പുതിയ തലമുറയുമാണ് എന്ന ബോധ്യം കൂടി ഉണ്ടായാൽ മതി ഈ പ്രതിപട്ടികയിലെ മത്സരത്തിന് ഇടയിൽ എന്നുകൂടി പറഞ്ഞു പോകണം എന്ന് തോന്നുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് ഷിബു മേര, ഞാൻ മറ്റതിഥികളിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ OK ജയകൃഷ്ണൻ, ഉന്നത വിദ്യാഭ്യാസ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയും കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരെ SFIയും KSUവും അടക്കം തെരുവിലിറങ്ങുമ്പോൾ അതൊരു തലമുറയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം, സമരം എന്നു തന്നെയാണ് കേരളം കണ്ടത്. ആ നിലയ്ക്ക് തന്നെയായിരുന്നു. ഇപ്പോൾ KSU ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. സർക്കാർ ഈ PM ശ്രീയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ പ്രതിഷേധിക്കും, പ്രതിരോധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് PM ശ്രീ ഒപ്പുവെച്ച മൊമെന്റിൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമോ പ്രതിരോധമോ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നോ ഇടത് യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടായി. എങ്ങനെയാണത്? ഇപ്പോഴെന്താണ് നിലപാട്? ഇനിയിപ്പോ UDF ആയതുകൊണ്ട് സമരം എന്നുള്ളതാണോ? അങ്ങനെയല്ലല്ലോ. നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ പദ്ധതിയിൽ വെക്കാനുള്ള ശ്രമം നടന്നപ്പോൾ അല്ലെങ്കിൽ ഒപ്പുവെച്ചപ്പോൾ അത് മരവിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അത് നിങ്ങൾ തന്നെ ഇവിടെ വിശദീകരിച്ചല്ലോ. കേരളത്തിനകത്ത് ഇതിനെതിരായി ഉയർന്നു വന്ന വലിയ പ്രതിഷേധം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിച്ചതും ഇത് മരവിപ്പിക്കുവാൻ തീരുമാനിച്ചതും. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭാ ഉപസമിതിയെ വെച്ച് ഇത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മന്ത്രിസഭാ ഉപസമിതിക്ക് അതിനകത്ത് വലിയ കാര്യങ്ങൾ പരിശോധിക്കാനുണ്ടായിരുന്നില്ല. 2 ഓപ്ഷനേ ഉള്ളൂ: ഇത് തുടരണോ വേണ്ടയോ. വേണ്ട എന്നുള്ളതാണ് ആ മുന്നണിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് വാസുകി IAS ഇത് ഫ്രീസ് ചെയ്യുന്നു, മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തത്. ഇവിടെ വലിയ ചർച്ചകൾ നടന്നു. ഇവിടെ പറഞ്ഞതല്ലൊക്കെ എന്താ? PM ശ്രീ കേരളത്തിനകത്ത് കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കി എന്ന തരത്തിലാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. ഏതെങ്കിലും ഒരു വിദ്യാലയം PM ശ്രീ ഇനത്തിൽ PMC ഹെഡിൽ പണം വാങ്ങിച്ചതിന്റെ ഒരു തെളിവ് തരാമോ? കേരളത്തിനകത്ത് ഏതെങ്കിലും സ്കൂളിനെ ഇങ്ങനെ പ്രോസസ് ചെയ്ത് PM ശ്രീ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് സെലക്ഷൻ നടത്തി ആ ഇനത്തിൽ അതിന് 5 വർഷത്തെ പദ്ധതിയാണ്, 22 മുതൽ 27 വരെ നിലനിൽക്കുന്ന ഒരു പദ്ധതിക്കകത്ത് ഏതെങ്കിലും വിദ്യാലയത്തിന് അങ്ങനെ പണം അനുവദിച്ചതായി തെളിവുണ്ടോ? PM ശ്രീ ഇനത്തിൽ അത് നടപ്പാക്കാനുള്ള ഏജൻസി കേരളത്തിനകത്ത് സമഗ്ര ശിക്ഷ കേരളയായിരുന്നു. ആ ഏജൻസിക്ക് PM ശ്രീ ഹെഡിലേക്ക് 1 രൂപ, ഒരു നയ പൈസ വന്നതിന്റെ തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ? എങ്ങനെയാണ് PM ശ്രീ കേരളത്തിൽ നടപ്പാക്കിയെന്ന് പറയുക? ആ വലിയ പ്രതിഷേധം കേരളത്തിനകത്ത് ഉയർന്നു വന്നപ്പോ അത് അത്ര നിസ്സാരമല്ല. ഒരുപക്ഷെ റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് അന്ന് ആദ്യമായി ഈ വിഷയം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ചർച്ചക്കായി മുമ്പോട്ട് കൊണ്ടുവന്നത്. ആ ചർച്ചയുടെ സമ്മർദ്ദമാണ്. ആരുടെ? CPIയുടെ സമ്മർദ്ദം, അധികാര സമ്മർദ്ദമാണ്. സാധാരണക്കാരന്റെ സമരമോ പ്രതിഷേധമോ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടേതോ കണ്ടിട്ടല്ല. CPIയുടെ മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകൾ, മതനിരപേക്ഷ മനസ്സുകളുടെ പ്രതിഷേധമായിരുന്നു അത്. ആ പ്രതിഷേധം ഇവിടെ ഫലപ്രദമായോ? ആ മനസ്സുകളെ പ്രതിഫലിപ്പിക്കാൻ CPMന് കഴിയുമായിരുന്നില്ലേ? CPM അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ. മതേതര ദേശീയ തലത്തിൽ ഇടതുപക്ഷം എടുക്കുന്ന ഒരു നയമാണത്. ആ നയത്തിൽ നിന്ന് ആർക്കും വ്യതിചലിച്ചു പോകാൻ കഴിയില്ല. NEP എന്നുള്ളത് കേവലം 3 അക്ഷരമല്ല. NEP ഇവിടെ ഈ പാനലിലുള്ള 4 പേർക്കും വിയോജിപ്പുള്ള ഒരു കാര്യമാണ്. NEP എന്നുള്ളത് കേവലം 4 അക്ഷരമല്ല. ദേശീയ വിദ്യാഭ്യാസ നയം അതേപടി കേരളത്തിനകത്ത് നടപ്പാക്കിയാൽ ഇന്ന് കൊണ്ടു നടക്കുന്ന പൊതുവിദ്യാഭ്യാസം ഇല്ലാതാകും. ഈ പൊതുവിദ്യാഭ്യാസത്തിനകത്തേക്ക് സംഘപരിവാറിന് കടന്നു കയറുവാനുള്ള ഒരു പഴുതായിട്ടാണ് PM ശ്രീ ഇവിടെ അവതരിപ്പിച്ചത്. അതിന്റെ വാതിലാണ് അന്ന് അടച്ചത്. ഞാൻ ഒരു കാര്യം, ഇപ്പൊ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ, അതായത് ഈ സ്പെഷ്യൽ സ്കൂളുകളുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉള്ളൊരു തർക്കത്തിൽ കേരളം, ഞങ്ങൾക്ക് കേന്ദ്രം ഫണ്ട്
അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറുപടിയായി PM ശ്രീയുമായി ബന്ധപ്പെട്ടല്ല, എന്തുകൊണ്ട് ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രം ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ PM ശ്രീയെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അതിൽ കൃത്യമായി കേന്ദ്രത്തിന്റെ നിലപാടാണ് സാർ ഞാൻ പറയുന്നത്. It allows states the flexibility to adopt their own education models while still benefiting from infrastructure and resource allocation എന്ന് പറയുകയും states will prepare their own curriculum which may be based on the NCFSC prepared by NCERT to the extent possible എന്ന് പറയുന്നുണ്ട്. ഇത് അന്ന് ഇടതുപക്ഷവും പറഞ്ഞിരുന്നു, ഇന്ന് UDFും പറയുന്നുണ്ട്. കരിക്കുലവുമായി ബന്ധപ്പെട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, NCERT ആശ്രയിക്കാം ടു ദ എക്സ്റ്റെന്റ് പോസിബിൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും വിച്ച് മേ ബി ബേസ്ഡ് ഓൺ ദ NCERT ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽസ് ടു ദി എക്സ്റ്റെന്റ് പോസിബിൾ എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു വരി കൂടിയുണ്ട് സാർ, ഇൻകോർപ്പറേറ്റിംഗ് സ്റ്റേറ്റ് ഫ്ലേവർ ആൻഡ് മെറ്റീരിയൽ ആസ് നീഡഡ് എന്ന് പറയുമ്പോൾ കരിക്കുലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ രണ്ടുപേരും, അതായത് ഇടതുപക്ഷവും UDF ഇപ്പോഴും പറയുന്ന കാര്യം ശരിയാണ്, നമുക്കതിൽ മാറ്റങ്ങൾക്ക് സാധ്യമാണ്. ഞാൻ ആദ്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടുപേരും പറയുകയും നിങ്ങൾ രണ്ടുപേരും പിന്നീട് മാറ്റി പറയുകയും ചെയ്തത് ആരെ പറ്റിക്കാനാണ്? അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല. ഇന്നലെയും ഇന്നും നാളെയും ഞങ്ങൾ പറയുന്നത് ഒറ്റ കാര്യം തന്നെയാണ്. ഇതിനകത്ത് കൃത്യമായ നയമുണ്ട്. ആ നയം തന്നെയാണ് പറയുന്നത്. ഇതിനകത്തൊരു സമീപനം എടുത്താൽ അതിൽ നിന്നും വ്യതിചലിക്കേണ്ട ആവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. PM ശ്രീയെ ദേശീയ വിദ്യാഭ്യാസ വ്യതിചലിക്കേണ്ട ആവശ്യമില്ല എന്ന് MOU ഒപ്പുവെക്കുന്നതിന് മുൻപേ പറയാൻ കഴിയൂ സാർ, അല്ലെങ്കിൽ ഇന്ന് ചർച്ചയില്ല സാർ. ഇത് ഒപ്പുവെച്ചതും വ്യതിചലിച്ചതും ആരാണ്? എങ്ങനെയാണ് ആ MOU മാധു പറയൂ, ആ MOU ഫ്രീസ് ചെയ്തത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? സർ, ഒപ്പുവെച്ചിട്ടാണ് ഫ്രീസ് ചെയ്തത്. കൂടി പറയും, കേരളത്തിനകത്ത് ഞങ്ങൾ ഉയർത്തിയ പ്രതിഷേധം തന്നെയാണ്. അത് ഞങ്ങളുടെ മാത്രമായിരുന്നില്ല, അത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മനസ്സായിരുന്നു, ഇന്ത്യയുടെ ഇടതുപക്ഷത്തിന്റെ മനസ്സായിരുന്നു. ഞങ്ങൾ ഉയർത്തിയ പ്രതിഷേധം അത് എഫക്റ്റീവായി എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച അഫിഡവിറ്റ്, നിങ്ങൾ സൂചിപ്പിച്ച ഒരു അഫിഡവിറ്റിനോട് ഇതൊന്ന് പറയൂ. നോക്കൂ, LDFോ ക്യാബിനറ്റോ ചർച്ച ചെയ്ത ഇടതുപക്ഷ മനസ്സുകളുടെ ആശയ അടിത്തറയിൽ നിന്നുകൊണ്ടാണോ ഒപ്പുവെച്ചത്? ക്യാബിനറ്റിനകത്തേക്ക് വന്നതുകൊണ്ടാണല്ലോ ക്യാബിനറ്റ് ഉപസമിതിയെ വെച്ചത്. ആ ഉപസമിതി ചർച്ച ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. വേണ്ടയോ എന്നുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇത് നടപ്പാക്കാനുള്ള വ്യവസ്ഥകളാണ്. ശരിയാണ് മാധു പറഞ്ഞത് ശരിയാണ്. ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണല്ലോ ഇത് ഫ്രീസ് ചെയ്യുന്നതിലേക്ക് പോയത്. അന്നാണല്ലോ ഞങ്ങൾ പ്രതിഷേധം ഉയർത്തിയത്. അതിലെന്താ തെറ്റ്? അതെല്ലാവരും അംഗീകരിച്ചല്ലോ. തന്നെ ബോധ്യമുള്ളത് കൊണ്ടല്ലേ അത് നിർത്തിവെച്ചത്. മുൻകൂർ ജാമ്യം എടുക്കരുതേ, ഫ്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒപ്പുവെച്ചത് എന്ന് പറയുന്നത് മുൻകൂർ ജാമ്യം എടുക്കരുതേ. ഒപ്പുവെച്ചു സാർ, ഇടതു മനസ്സിലെയും ഇടത് രാഷ്ട്രീയ അടിത്തറയിൽ നിന്നും മാറി നിന്ന് ഒപ്പുവെച്ചു, ഒളിച്ചു വെച്ച് ഒപ്പുവെച്ചു, എന്നിട്ട് റദ്ദാക്കി. സമ്മർദ്ദവും പ്രതിഷേധവും ഇടതു മനസ്സുകളുടെ ആശയത്തെ ഉൾക്കൊണ്ടും റദ്ദു ചെയ്തു. ശരിയാണ്, ഒപ്പുവെച്ചത്. പക്ഷെ ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതെ, അത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു സ്കൂളിന്റെ പേര് പറയൂ നിങ്ങൾ. കേരളത്തിനകത്ത് ഒരു വിദ്യാലയത്തിന്റെ പേര് പറയൂ. മാത്രമല്ല, പോർട്ടലിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിൽ കാലതാമസം തേടിക്കൊണ്ടാണ് ആദ്യത്തെ കത്ത്. അതായത് ഫ്രീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്കൂളുകൾ റെസ്പോണ്ട് ചെയ്യുന്ന പോർട്ടലുമായി പോർട്ടലിന്റെ കാലാവധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ കത്ത്. അതായത് ആ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അതൊക്കെ സത്യമാണ് സാർ. പക്ഷേ ഈ പറയുന്നത് പോലെ MOUമായി ബന്ധപ്പെട്ടും PM ശ്രീയുമായും ബന്ധപ്പെട്ടും ഇത്രയും കാലത്തിന് ശേഷവും നമുക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പിടച്ചിലുണ്ടല്ലോ, അതുണ്ടാവാനുള്ള കാരണം ജനാധിപത്യ ചർച്ചകൾക്ക് വിരുദ്ധമായും ജനാധിപത്യമായി എന്തെങ്കിലും തരത്തിലുള്ള ചർച്ച വേണമെന്ന ബോധ്യത്തിന് വിരുദ്ധമായും ഉണ്ടായ സർക്കാർ ആദ്യം പരിശോധിക്കുക, ഇതിന്റെ ഉപസമിതി ആദ്യം പരിശോധിക്കുക, PM ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയെക്കുറിച്ചാണ് എന്ന് അങ്ങേക്ക് കൂടി ഉറപ്പ് നൽകാമോ? കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിയെ കുറിച്ചാണ്, UDFനെ കുറിച്ചല്ല. അതായത് രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു മോഡൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് BJP സർക്കാർ ഭരിക്കുമ്പോഴാണ് കർണാടകയിൽ, അതുപോലെ BRS സർക്കാർ ഭരിക്കുമ്പോഴാണ് തെലുങ്കാനയിൽ PMC പദ്ധതിയുമായി അവർ ഒപ്പുവെക്കുന്നത്. തുടർന്ന് വന്ന ഗവൺമെൻറ്റുകൾ വന്നപ്പോൾ ചെയ്തത്, കർണാടകയിലെ മാത്രം എടുത്താൽ അവിടുത്തെ 18 പുസ്തകങ്ങളാണ് മാറ്റിയത്. കോൺഗ്രസ് ഗവൺമെൻറ് 18 പുസ്തകങ്ങളാണ് മാറ്റിയത്. ടിപ്പുവിൻ്റെ ഉൾപ്പെടെയുള്ള പാഠ്യഭാഗങ്ങൾ ഒഴിവാക്കിയെങ്കിൽ അത് കൂട്ടിച്ചേർത്തു.
കന്നഡയുമായി ബന്ധപ്പെട്ട കവികളടക്കമുള്ള ആളുകളുടെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത് ഞങ്ങൾ പുനഃപരിശോധിച്ചു, കൂട്ടിച്ചേർത്തു. എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച കരിക്കുലത്തിൽ മാറ്റം വരുത്താൻ അവിടെ കർണാടക സർക്കാർ, കോൺഗ്രസിൻ്റെ സർക്കാർ തയ്യാറായി. എന്നതുപോലെ PMC പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഒരു പുതിയ ധ്രുവീകരണത്തിന് ഇട നൽകാത്തൊരു മാറ്ററാണെങ്കിൽ നമ്മൾക്ക് ഓക്കെയാണ്. മറ്റു പല സംസ്ഥാനത്തും അതിനപ്പുറമുള്ള ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അവരതിൻ്റെ കൃത്യമായി അത് ഫോളോ ചെയ്യും. എന്നാൽ നമുക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗവൺമെൻറ് മന്ത്രിസഭ അറിയാതെ, കൂടെയിരിക്കുന്ന മുന്നണിയിൽപ്പെട്ട ഘടകകക്ഷികൾ അറിയാതെ ഇത് ഒപ്പുവെച്ചപ്പോൾ ഞങ്ങൾ എതിർത്തത്. ആ എതിർത്ത പൊസിഷനിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല. നിലവിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഒപ്പുവെച്ച കരാറുടെ റദ്ദ് ചെയ്യപ്പെട്ടിട്ടില്ല. റദ്ദ് ചെയ്യാതെ അവരൊരു മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചു. ഇപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ആ ഒപ്പുവെച്ചിരിക്കുന്നതും നിലനിൽക്കുന്നതുമായ ഒരു കരാർ ഇവിടെ നിലനിൽക്കെ അത് സംബന്ധിച്ച് പഠിച്ച് മുന്നോട്ട് എങ്ങനെ വേണം എന്നാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അകത്ത് പദ്ധതി നടപ്പിലാക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പഠന റിപ്പോർട്ട് പദ്ധതി നടപ്പിലാക്കണം എന്നാണ് വരുന്നതെങ്കിൽ അതിലെവിടെയൊക്കെയാണ് മാറ്റം വരുത്താനുള്ളത്? കരിക്കുലം അടക്കമുള്ള കാര്യങ്ങളിൽ കേരള ഗവൺമെൻറ് എന്ത് ചെയ്യാൻ കഴിയും? UDF എന്ത് ചെയ്യാൻ കഴിയും? ആ പൊസിഷൻ എടുക്കും. എന്നാൽ അതിനപ്പുറം അതിന് നമുക്കിത് മാറ്റാൻ കഴിയില്ല. PMC എന്ന് പറയുന്ന അപകടകരമായ സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. മുൻ ഗവൺമെൻറ് ഒപ്പിട്ട ഒരു പദ്ധതി അതിന് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ റദ്ദ് ചെയ്യുന്നതിന് UDF സർക്കാരിന് ഒരു മടിയും ഉണ്ടായില്ല. അത് ഈ ഉപസമിതിയുടെ പഠനവും വിദഗ്ധരുടെ അഭിപ്രായവും തേടിക്കൊണ്ടായിരിക്കും അത് ചെയ്യുക. ഇവിടുത്തെ പ്രശ്നം എന്താ? ഒപ്പിട്ടത് പിണറായി വിജയൻ, ഒപ്പിട്ട ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ്, ആ കരാറിൽ നിന്ന് പിന്മാറാൻ സമ്മർദ്ദം വന്നു. താങ്കൾ പറഞ്ഞത് മന്ത്രിമാരുടെ ഭരണതലത്തിൽ നിന്ന് സമ്മർദ്ദം വന്നു എന്നാണ്. പ്രതിപക്ഷം ഉയർത്തിയ സമ്മർദ്ദത്തെ കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ആയാലും ഭരണപക്ഷത്തിൻ്റെ ആയാലും മുന്നണിയിലുള്ള ഘടകകക്ഷികളുടെ ആയാലും സമ്മർദ്ദത്തിന് വിധേയമായി താൽക്കാലികമായി അവർ കത്തയച്ചു എന്ന് പറയുന്നു. ആ കത്തയച്ചതിന് ശേഷം ഒരു സമിതി വെച്ചു. ആ സമിതിയുടെ റിപ്പോർട്ട് വന്നാൽ നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യുന്ന പിന്നീടാണ്. എന്തായാലും പ്രഥമ ദൃഷ്ട്യാ നമ്മുടെ മുൻപിലുള്ള സത്യം എന്താണ്? മുൻ ഗവൺമെൻറ് PMC പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നു. നിലവിലുള്ള ഗവൺമെൻറ് എന്താണ് പറയുന്നത്? സർക്കാർ ഒപ്പിട്ടിരിക്കുന്ന ഒരു പദ്ധതിയെ സംബന്ധിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ഞങ്ങൾ ഒരു ഉപസമിതിയെ വെച്ച് പഠിക്കുന്നു. ആ പഠിക്കുമ്പോൾ മാറ്റകേറ്റങ്ങൾ വരുത്തുണ്ടെങ്കിൽ മാറ്റം വരുത്തും. റദ്ദ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ UDF ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാകില്ല. അതിനൊരു സംശയവുമില്ല. അതിൻ്റെ അകത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, കഴിഞ്ഞ 10 വർഷക്കാലം ഇരുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ സമീപനവും ശൈലിയുമായിരിക്കില്ല UDF സർക്കാരിൻ്റെത്. ഏത് വിമർശനങ്ങളെയും കേൾക്കുകയും തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായി തിരുത്തുന്നതിന്, ദുരഭിമാനമില്ലാതെ തിരുത്തുന്നതിന് മടിയില്ലാത്ത ഒരു സർക്കാരാണ്. PMCയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പൊസിഷനുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പഠന സമിതി. ആ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ശരി, ശ്രീ VK സനോജ്, അതായത് ഈ ടെക്സ്റ്റ് ബുക്കിലും കരിക്കുലത്തിലും അടക്കം മാറ്റം വരുത്തുന്നത് സംസ്ഥാനത്തിന്റെ താല്പര്യം കൂടി പരിഗണിച്ചായിരിക്കും എന്ന കാര്യം അന്ന് അത് വിശദീകരിക്കുന്ന സമയത്ത് CPM പറയുന്നുണ്ടായിരുന്നു. PMCയുടെ MOU ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് അതിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അതിപ്പോഴും പ്രാബല്യത്തിലുണ്ട്. അത് ഇപ്പോൾ അവർ കർണാടകയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, തെലങ്കാനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരും ന്യായീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് അംഗീകരിക്കണ്ടേ? നിങ്ങൾ ഒരിക്കൽ പറഞ്ഞതല്ലേ? അതല്ലേ അനിൽ ബോസോട് ചോദിക്കേണ്ടത്. ഇപ്പം അനിൽ ബോസ് പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടുത്തെയുള്ള പാഠപുസ്തകത്തിൻ്റെ കാര്യത്തിലൊക്കെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ തീരുമാനം എടുക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ PM-ശ്രീയെ അനുകൂലിക്കും എന്നാണല്ലോ ഇപ്പം അനിൽ ബോസ് പറഞ്ഞു വെച്ചത്. നേരത്തെ ഇടതുപക്ഷം ഒപ്പിട്ട സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു കരാർ അതിൻ്റെ അനുബന്ധമായിട്ടുണ്ടായിരുന്നോ? കേരളത്തിലെ പാഠപുസ്തകത്തിനകത്തെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ഇടപെടും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. അപ്പം അനിൽ ബോസ് പറയുന്നത് എന്താണ്? അനിൽ ബോസ് ഒന്നുകൂടി ആലോചിക്കൂ. അനിൽ ബോസിന്റെ വാദം പൊളിഞ്ഞപ്പോ അനിൽ ബോസ് ഇടപെട്ടു. അനിൽ ബോസിന്റെ വാദം പൊളിയുമ്പോൾ അനിൽ ബോസ് ഇടപെടുകയാണ്. ഞാൻ നിങ്ങളുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒപ്പിടുമ്പോൾ മന്ത്രിസഭ അറിയണ്ടേ? മുന്നണി അറിയട്ടെ. ആ മുന്നണിയും മന്ത്രിസഭ പോയി ഒപ്പിട്ടു എന്നാ ചോദിച്ചത്. ഇത് മര്യാദയല്ല അനിൽ ബോസെ. നിങ്ങൾ എന്തിനു എതിർത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ആ പദ്ധതി എതിർത്തത്? എതിർപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രാജസ്ഥാനിൽ എതിർപ്പ് രേഖപ്പെടുത്തണ്ടേ?
എതിർപ്പുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് കർണാടകയിലും നിങ്ങൾ freeze തെലങ്കാനയിലും ചെയ്തത്? എതിർപ്പ് രേഖപ്പെടുത്തണ്ടേ? ശരിയല്ല. എന്ന് പറയുന്നത്. അങ്ങ് അവരെയൊന്നും സംസാരിച്ചപ്പോൾ ഇവിടെ അദ്ദേഹം രേഖപ്പെടുത്താതെ സംസാരിച്ചില്ല. മാത്രമല്ല ഇത് അവസാന സമയമാണ് അദ്ദേഹത്തെ മര്യാദ പാലിക്ക്. അനിൽ ബോസ് മര്യാദ പാലിക്കൂ. ഓക്കെ, ഓക്കെ. മര്യാദ പാലിക്കൂ അനിൽ ബോസ്. എന്തിനാണ് ഇങ്ങനെ ഇടയിൽ കയറി പറയുന്നത്? നിങ്ങളെ വാദം പൊളിയുമ്പോൾ നിങ്ങൾ അസ്വസ്ഥമാവില്ല. ഇതൊക്കെ ആളുകൾ കേൾക്കല്ലേ. ഞാൻ ചോദിക്കുന്നത്, രാജസ്ഥാനിൽ നിങ്ങൾക്ക് ഒപ്പിടാം, രാജസ്ഥാനിൽ ഒപ്പിടാം, കർണാടകയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം, തെലങ്കാനയിൽ മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പൊ അവിടെയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ PM ശ്രീ പറ്റും. ഇപ്പൊ നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോ നിങ്ങൾ പറയുന്നു PM ശ്രീ നോക്കട്ടെ, അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഇവിടെ നടപ്പാക്കും എന്നാ പറയുന്നത്. ഇതിപ്പോ ഞങ്ങളെ നടപ്പിലാക്കാൻ അനുവദിച്ചില്ല എന്ന് കൊതിക്കാവ് മാത്രം ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ വരുന്നൊരു ചോദ്യം. അദ്ദേഹത്തിലേക്ക് തിരികെ വരാം. ശ്രീ OK ജയകൃഷ്ണൻ, ഒരു പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം നിശ്ചിതമായ വിമർശനം ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇരട്ടത്താപ്പ് എന്നാണ് V ശിവൻകുട്ടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തന്നെ നേരത്തെയുള്ള നിലപാട് ഞാൻ ഇവിടെ കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ ശ്രീ VK സരോജിനോട് ചോദിച്ചതുപോലെ ഒരു സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, പ്രതിപക്ഷത്തിന്റെയും ഘടകകക്ഷികളുടെയും എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളും നടപ്പിലാക്കേണ്ടതില്ല എന്ന ഒരു രാഷ്ട്രീയ പ്രതിഷേധം മാത്രമാണോ, അതോ പെട്ടെന്ന് കൈവന്ന എന്തു ധാർമ്മികതയാണ് അതിന് പിന്നിലുള്ളത്? ഒരിക്കലുമല്ല. ഇതിന്റെ തുടക്കം മുതൽ ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യക്കകത്ത് നടപ്പാക്കുന്നത് മുതൽ എതിർത്തു വരുന്നവരാണ് ഞങ്ങൾ. നോക്കൂ, ഈ നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ 27 ദിവസം കൊണ്ട് എന്ത് അടിയന്തര ഘട്ടമാണ്, സാഹചര്യമാണ് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകുവാൻ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? അതിനകത്ത് കഴിഞ്ഞ ദിവസം കേന്ദ്ര തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയി നടത്തിയ ചില ചർച്ചകളുടെ ചില നെക്സസിന്റെ ഭാഗമായാണ് കേരളത്തിനകത്ത് ഇത് വളരെ പെട്ടെന്ന് നടപ്പാക്കാൻ ഒപ്പിടാൻ പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മറ്റൊന്ന് നോക്കൂ, കോൺഗ്രസ് നയം മാറ്റിവെക്കൂ. അവർക്ക് പറ്റാവുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കിയിട്ടുണ്ട്. അവർ മറ്റൊന്നും പറയേണ്ടതില്ല അതിനകത്ത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കേരളത്തിന്റെ സമൂഹത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പിനെ സത്യത്തിൽ ഈ PM ശ്രീ വെച്ചാണ് ക്യാഷ് ചെയ്തത്, വോട്ട് വാങ്ങിയത്. എന്തെല്ലാം പ്രചരണങ്ങളാണ് കേരളത്തിനകത്ത് നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയെ, സമസ്തയെ, ഇവരെ എല്ലാം ചേർത്തത് ഇത് സംഘപരിവാർ അജണ്ട കേരളത്തിനകത്ത് വസ്തുതയാണ്. PM ശ്രീ സംഘപരിവാർ അജണ്ട തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് എതിരായിട്ടുള്ള എതിർപ്പും ഉയർന്നു വരുന്നത്. അത് നടപ്പാക്കാൻ പോകുന്നുവെന്ന് പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയവർക്ക് എന്ത് ധൃതിയാണ് അതേ നയം നടപ്പാക്കാൻ ഉണ്ടായിരിക്കുന്നത് എന്ന് അറിയാൻ കേരളത്തിലെ ഇരിക്കട്ടെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞത് ഇവിടെ ഇത് നടപ്പാക്കേണ്ടതില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് മാധു നേരത്തെ സൂചിപ്പിച്ച ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വന്ന ഒരു റിട്ട് ഹർജിയിൽ 12/2/2026 രജനീഷ് കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിനകത്ത് പറഞ്ഞിരിക്കുന്നു, ഹൗവർ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഡിഡ് നോട്ട് അപ്ലൈ ഫോർ ദ സെലക്ഷൻ ഓൺ ദ PM ശ്രീ പോർട്ടൽ. ഈ പദ്ധതി ആരംഭിക്കുവാനുള്ള ഒരു നടപടിയും കേരളം ആരംഭിച്ചിട്ടില്ല എന്ന് സുപ്രീം കോർട്ടിൽ അഫിഡവിറ്റ് കിടക്കുകയാണ്. അതിനകത്ത് തന്നെ ആ സെക്ഷൻ 4 ഇങ്ങനെയാണ് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ ഇടത്തും ഈ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ ഗവൺമെന്റിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് വിശദമാക്കുന്നതാണ് അതിന്റെ സെക്ഷൻ 3 എന്ന് പറയുന്നത്. അത് നോക്കൂ, ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിനകത്ത് ഇത് നടപ്പാക്കി എന്ന് പറയുന്നത് ഇത് കേരളത്തിലെ സാമാന്യ ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള ശ്രമമാണ്. ഇനി ഏത് വിധേനയും നിങ്ങൾ മുമ്പ് എന്താണോ എതിർത്തിരുന്നത് അത് ഇവിടെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എന്താണോ ഇതിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന എതിർപ്പ് അതിവിടെ നിലനിൽക്കുകയാണ്. ഇനി ഈ ഗവൺമെന്റ് ഇത് നടപ്പാക്കാൻ പോവുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, കേരളത്തിന്റെ മതേതര സമൂഹം ഇതിനെ എതിർത്ത് തോൽപ്പിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. താല്പര്യമില്ല എന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചത് എന്തിനാണ്? നോക്കൂ, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു പണവും കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിട്ടില്ല. PM ശ്രീയുമായി ബന്ധപ്പെട്ട് പണം അനുവദിച്ചിട്ടുമില്ല. സമഗ്ര ശിക്ഷ കേരള എന്ന കേന്ദ്ര പദ്ധതിക്ക് അനുവദിക്കുന്ന തുക അത് പിടിച്ചു വെച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുകയല്ലേ ചെയ്തത്. എന്നാൽ ആ ഇനത്തിൽ കേന്ദ്ര പദ്ധതികൾക്കുള്ള പണം പിടിച്ചു വെക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ അനുസരിച്ച്, വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കേണ്ട പണം യൂണിഫോം ഇനത്തിൽ, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചത് തന്നെ യൂണിഫോം ഇനത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് ലഭിക്കേണ്ട തുക, ആ ഇനത്തിലുള്ള തുകയാണ്
നമ്മൾ വാങ്ങിച്ചെടുത്തത് ആ ഇനത്തിലുള്ള അതിനുവേണ്ടിയാണ് കോടതി പോയത്. അവിടെയാണ് സുപ്രീം കോടതി ഈ പരാമർശം നടത്തിയത്. കഴിഞ്ഞ സുപ്രീം കോടതിയുടെ പരാമർശമല്ല, അങ്ങ് പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യമാണ്. എല്ലാം ഇതിന്റെ ബാധ്യതയാണ്, അതൊരു ഭരണഘടനാ ബാധ്യതയാണ്. ഞാൻ 2 വക്കീലന്മാർ ഇരിക്കുമ്പോൾ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ആ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ബാധ്യതയുടെ പുറത്താണ് കേരളത്തിന് ഈ തുക അനുവദിച്ചത്. അല്ലാതെ PM3 ഇനത്തിലല്ല. PM3 ഇനത്തിൽ പണം ലഭിക്കണമെങ്കിൽ ആ വിദ്യാലയങ്ങളുടെ സെലക്ഷൻ നടക്കണ്ടേ? അതുകൂടെ നടന്നല്ലോ. അതിന്റെ പോർട്ടൽ തുറക്കണ്ടേ? അത് തുറന്നല്ലോ. ആ ഹെഡിലേക്കല്ലേ തുക ഇംപ്ലിമെന്റ് ചെയ്യാൻ റിലക്റ്റന്റ് ആണ് എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഫണ്ട് അനുവദിക്കാത്തത് എന്ത് എന്ന്, അതായത് SSK അടക്കമുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാത്തത് എന്ത് എന്ന് സുപ്രീം കോടതി ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ കുറ്റമല്ല. ഇവർ ഈ മെമ്മോറാണ്ടം ഒപ്പുവെച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാത്തത് കൊണ്ട് ഞങ്ങൾക്കിത് അനുവദിക്കാൻ കഴിയുന്നില്ല എന്ന് തിരിച്ച് കേരളത്തെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ PM3യുമായി കേരളം സഹകരിക്കുന്നില്ല എന്ന് കേരളത്തിന് മാലയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങളുടെ കുറ്റമല്ല, കേരളത്തിന്റെ കുറ്റമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ആയിക്കോട്ടെ, കേരളത്തിന്റെ കുറ്റം സൂചിപ്പിക്കുന്നത് എങ്ങനെയാ? കേരളത്തിന്റെ കുറ്റം പറയുന്നത് കേരളം ഇത് നടപ്പാക്കാൻ തയ്യാറല്ല, നടപ്പാക്കാൻ തയ്യാറല്ല എന്നുള്ളതല്ല. MOU ഒപ്പുവെച്ചതിന് ശേഷം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ PM3 നടപ്പിലാക്കുന്നില്ല എന്ന കുറ്റമാണ് കേരളത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത് എങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെച്ചില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കത് ഒപ്പുവെക്കാൻ സൗകര്യമില്ല എന്ന് കേരളത്തിന് പറയാമായിരുന്നു. പക്ഷേ ഒപ്പുവെച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർ ഇതുമായി മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് പ്രശ്നം. ഒന്നുകിൽ ഒപ്പുവെക്കാതിരിക്കണം, അല്ലെങ്കിൽ ഒപ്പുവെച്ചതിന് ശേഷം മുന്നോട്ട് പോകണം. ഒന്നുകിൽ ഒപ്പുവെക്കാത്ത സാഹചര്യത്തിലെ ഫണ്ട് റിലീസ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഒപ്പുവെച്ചിട്ട് അതിന്റെ മാനദണ്ഡങ്ങളുമായി മുന്നോട്ട് പോയാലേ ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 6 മാസം മുമ്പ് ഇതേ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഒക്ടോബർ മാസം നവംബർ മാസം ഒപ്പുവെച്ച കാര്യമൊക്കെ ചർച്ച ചെയ്തതാണ്. ആ ഉയർന്നു വന്ന പ്രതിഷേധം കൊണ്ട് തന്നെയാണ് ഇത് മരവിപ്പിച്ചത്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ നോക്കൂ, മരവിപ്പിക്കാൻ നൽകിയ കത്തിനകത്തും പറയുന്നത് എന്താ? പൊളിറ്റിക്കലി ചില പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു, എതിർപ്പുകൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് പഠിക്കുവാൻ ഒരു ഉപസമിതിയെ നിശ്ചയിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇതുമായി മുമ്പോട്ട് പോകുന്നില്ല എന്നല്ലേ? അത് പഠിക്കാനില്ല. കേരളത്തിന്റെ ഇടതുപക്ഷത്തിനോ തയ്യാറില്ല. ഇംപ്ലിമെന്റേഷൻ എന്നേ ഉള്ളൂ. കമ്മിറ്റിയെ വെച്ചു ആശങ്കകൾ പരിഹരിക്കാൻ, പഠിക്കാൻ ഒരു ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയമാണെന്നാണ് എന്റെ വിശ്വാസം. തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. ഉപസമിതി റിപ്പോർട്ട് എന്നുള്ള ക്ലോസ് ആണ് അവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഉപസമിതി വെച്ചാലേ അതിൽ റിപ്പോർട്ട് എടുക്കാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം ഉപസമിതി വെച്ചതാണ്. അതും തുടർച്ചയാണ്. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. നോക്കാം തലക്കെട്ടുകൾ. Debate with Madhu Saji.